മുഹമ്മദ് നബി ഉൾപ്പെടുന്ന ആ കാലഘട്ടത്തിലെ നാടോടികളായ അറബികൾക്ക് അന്ന് അറിയാവുന്ന കാര്യങ്ങളല്ലാതെ പിന്നീട് സയൻസ് കണ്ടെത്തിയ എന്തെങ്കിലും ഒരറിവ് ഖുർആനിൽ ഉണ്ട് എന്ന് തെളിയിച്ചാൽ ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം പിൻവലിച്ച് ഞാൻ ഷഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാമിലേക്ക് വരാൻ തയ്യാറാണ്. ഇതൊരു ചലഞ്ചാണ്. പരിശുദ്ധ ഖുർആനിലെ 24-ാമത്തെ അധ്യായം സൂറത്തുന്നൂറിലെ 40-ാമത്തെ വചനത്തിൽ അവിശ്വാസികളുടെ കർമ്മങ്ങളെ കുറിച്ച് പറയുന്ന ആ കർമ്മങ്ങളെ ഉദാഹരിച്ചുകൊണ്ട് പറയുന്ന ഒരു രംഗം. ഈ രംഗത്തിലെ വചനമാണിത്. ഈ വചനത്തിലെ പദങ്ങളുടെ അർത്ഥം നിങ്ങൾ എഴുതി കണ്ടു. ഈ അർത്ഥത്തിന് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് ഈ അർത്ഥം എടുക്കുന്നതിന് വേണ്ടി എഡ്വേർഡ് വില്യം ലൈനിൻ്റെ 1876 മരണപ്പെട്ട വില്യം ലൈനിൻ്റെ അറബിക് ഇംഗ്ലീഷ് ലെക്സിക്കനാണ്. അദ്ദേഹം മുസ്ലിം അല്ല. ആ ലൈനിൻ്റെ അറബിക് ഇംഗ്ലീഷ് ലെക്സിക്കൻ അത് 8 വോള്യൂംസ് ആണുള്ളത്. നിങ്ങൾക്ക് ആർക്കും ആ ഇംഗ്ലീഷിലാണ്, അറബി പദങ്ങളാണ്. അറബി അറിയണമെന്നില്ല, ഇംഗ്ലീഷ് അറിയാവുന്ന ആളുകൾക്ക് പോലും പരിശോധിക്കാവുന്നതാണ്. ഞാൻ ഇതിലേതെങ്കിലും ഒരു വചനം എൻ്റേതായ ദുർവ്യാഖ്യാനങ്ങൾ നടത്തിയിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് കൃത്യമായി പരിശോധിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ആർക്കും പരിശോധിക്കാവുന്നതാണ്, എൻ്റെ സഹസംവാദകനും പരിശോധിക്കാവുന്നതാണ്. ഇവിടെ അതിൻ്റെ അർത്ഥം, ഓരോ പദങ്ങൾ അർത്ഥം പരിശോധിക്കാം. ഔ കദുലുമാത്തിൻ, അല്ലെങ്കിൽ ഇരുട്ടുകൾ പോലെ. ഫി ബഹറിൻ ലുജ്ജിയിൻ, ആഴക്കടലിൽ. ബഹർ എന്ന് പറഞ്ഞാൽ കടൽ, ലുജ്ജി എന്ന് പറഞ്ഞാൽ ആഴക്കടലിലെ ഇരുട്ടുകൾ പോലെ. യാഷാഹു, അതിനെ പൊതിയുന്നു. മൗജുൻ, തിരമാല. മിൻ ഫൗഖിഹി മൗജുൻ, അതിനു മേൽ വീണ്ടും തിരമാല. മിൻ ഫൗഖിഹി സഹാബുൻ, അതിനു മേലെ വീണ്ടും മേഘം. ഇദാ അഖറജ യദഹു, തൻ്റെ കൈ പുറത്തേക്ക് നീട്ടിയാൽ. ലം യക്കദ് യറാഹ, അതുപോലും അവന് കാണാൻ കഴിയില്ല. ദുലുമാത്തും ബഅദുനാ ഫൗഖ ബഅദ്, ഒരു ഇരുട്ടിന് മേലെ മറ്റൊന്നായി അനേകം ഇരുട്ടുകൾ. വമൻ ലം യജ്അലില്ലാഹു ലഹു നൂറൻ ഫമാ ലഹു മിൻ നൂർ, ആർക്കാണ് അള്ളാഹു വെളിച്ചം കൊടുത്തിട്ടില്ലാത്തത് അവന് യാതൊരു പ്രകാശവുമില്ല. ഈ വചനത്തിൽ നിന്ന് ലഭിക്കുന്ന 4 ഭൗതികമായ അറിവുകളുണ്ട്. ആ 4 അറിവുകൾ, ഒന്നാമത്തേത് ആഴക്കടലിൽ ഇരുട്ടുകളുണ്ട്. ഒന്നിന് മുകളിൽ മറ്റൊന്നായി അനേകം ഇരുട്ടുകൾ. ഇതാണ് ഒന്നാമത്തെ അറിവ്. രണ്ടാമത്തെ അറിവ്, ഇരുട്ടുകളെ പൊതിയുന്ന തിരമാലകൾ ആഴക്കടലിലുണ്ട്. മൂന്നാമത്തെ അറിവ്, ആഴക്കടലിലെ തിരമാലകളെ പൊതിയുന്ന വേറെയും തിരമാലകളുണ്ട്. നാലാമത്തെ അറിവ്, ആഴക്കടലിലെ ഇരുട്ടിൽ സ്വന്തം കൈകളെ പോലെ പോലും കാണാൻ ഒരാൾക്ക് കഴിയില്ല. ഈ 4 ഭൗതികമായ അറിവുകൾ ഉൾക്കൊള്ളുന്ന ഒരൊറ്റ ആയത്താണ് ഞാനിവിടെ നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ടുള്ളത്. ഈ വചനത്തിലെ ഈ 4 അറിവുകളെ സയൻസ് എങ്ങനെ കാണുന്നു, ആധുനിക ശാസ്ത്രം എങ്ങനെ കാണുന്നു എന്നാണ് നമ്മൾ നോക്കുന്നത്. ഒന്നാമത്തെ അറിവ്, ആഴക്കടലിൽ ഇരുട്ടുകളുണ്ട്. ഒന്നിന് മുകളിൽ മറ്റൊന്നായ അനേകം ഇരുട്ടുകൾ. നമുക്ക് അതിനെക്കുറിച്ച് ഒരു ഡോക്യുമെന്ററി കാണാം. And it's about as far as most humans can go. At 200 meters, you reach the twilight zone, where light starts to disappear. At more than 1,000 meters down, sunlight disappears completely. This is the midnight zone. It's a cold, dark place that we still don't know much about. It's also where huge, freaky sea life starts appearing, like the giant squid. But it's still not even close to the bottom in most places on Earth. The lowest point is a whopping 11,000 meters down. That's about the same depth as stacking 36 Eiffel Towers on top of each other. That place is called Challenger Deep in the Mariana Trench. നിങ്ങൾ ആഴക്കടലിനെ കുറിച്ചുള്ള പഠനത്തിൽ ഒഷ്യോനോഗ്രഫിയിൽ നമുക്ക് കാണാൻ കഴിയും, പുതിയ കാലത്ത് മാത്രമാണ് ഒഷ്യോനോഗ്രഫി ആഴക്കടലിലേക്ക് കടന്നു പോയത്. കാരണം സാധാരണഗതിയിൽ ഒരാൾക്ക് ആഴത്തിൽ ഊളിയിടാൻ കഴിയുക 20 മീറ്റർ താഴേക്ക് മാത്രമാണ്. അതിനപ്പുറത്തേക്ക് യന്ത്രങ്ങളുടെ സഹായത്തോടു കൂടി അല്ലാതെ മനുഷ്യർക്ക് പോകാൻ കഴിയില്ല. അദ്ദേഹത്തിൻ്റെ
ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് തന്നെ മറിയാനാസ് ട്രഞ്ചിലേക്ക് അദ്ദേഹം പോയത്. അപ്പോൾ അതിന് ശേഷമല്ല, 1940-കൾക്ക് ശേഷമാണ് ആഴക്കടലിലെ ഇരുട്ടിനെ കുറിച്ച് നമുക്ക് മനസ്സിലായത്. ഇന്ന് സമുദ്രശാസ്ത്രജ്ഞന്മാർ ആഴക്കടലിനെ അല്ലെങ്കിൽ കടലിനെ വെളിച്ചത്തിന്റെ അടിസ്ഥാനത്തിൽ 5ആയി തിരിച്ചുകൊണ്ട് പറയും. മുകളിലുള്ള ഭാഗം സൂര്യപ്രകാശം, ആ സൂര്യപ്രകാശം നമ്മൾ കാണുന്നത് പോലെ തന്നെ കാണുന്ന ഭാഗമാണ് എപ്പിപെലാജിക് സോൺ എന്നാണ് പറയാം. അത് സൂര്യപ്രകാശ മേഖല എന്ന് പറയാം. പിന്നീട് പ്രകാശത്തിന്റെ ഓരോ വർണ്ണങ്ങൾ നഷ്ടപ്പെടും. അങ്ങനെ 200 മീറ്റർ മുതൽ 1000 മീറ്റർ വരെയുള്ള സ്ഥലത്ത് നമ്മൾ പറയുക മീസോപിലാജിക് സോൺ എന്നാണ്. മീസോപിലാജിക് സോൺ എന്ന് പറഞ്ഞാൽ അതിന് നമുക്ക് വേണമെങ്കിൽ സന്ധ്യാപ്രകാശ മേഖല എന്ന് പറയാം. അവിടെ വെളിച്ചമുണ്ട്, പക്ഷേ ഒരു സന്ധ്യയിലെ പ്രകാശത്തിന്റെ രൂപത്തിലാണ്. 1000 മീറ്റർ മുതൽ പിന്നീട് 4000 മീറ്റർ വരെയുള്ള ഭാഗത്ത് നമ്മൾ വിളിക്കുക ബാറ്റി പിലാജിക് സോൺ എന്നാണ്, അഥവാ അർദ്ധരാത്രി മേഖല. ഇവിടെ നമ്മൾ നേരത്തെ കണ്ട ഡോക്യുമെന്ററിയിൽ പറഞ്ഞ മിഡ് നൈറ്റ് സോൺ. ഈ അർദ്ധരാത്രി മേഖല വീണ്ടും താഴേക്ക് പോവാണ്. താഴേക്ക് പോകുന്നതിനനുസരിച്ച് വീണ്ടും 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 ഇരുട്ടാകുന്നു. അതുകൊണ്ട് തന്നെ ആ മേഖലകളെ വേറെ വേറെ പേരുകളിൽ വിളിക്കുന്നു. അബിസോ പിലാജിക് സോൺ എന്ന് പറയുന്നു, 6000 മീറ്റർ വരെ. അതിനുശേഷമുള്ള ഹെഡൽ പിലാജിക് സോൺ എന്ന് വിളിക്കുന്ന മേഖല, അവിടെയാണ് മറിയാനാസ് ട്രഞ്ചലുള്ളത്. ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ 1000 മീറ്റർ കഴിഞ്ഞാൽ പിന്നീട് ഇരുട്ട് മാത്രമല്ല അതോടൊപ്പം തന്നെ ഒരു ഇരുട്ടിന് മുകളിൽ അടുത്ത ഇരുട്ടായിട്ടാണ്. ഖുർആന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ഇരുട്ടിന് മുകളിൽ മറ്റൊരു ഇരുട്ടായി നിലനിൽക്കുന്നു. ഒന്നാമത്തെ അറിവാണിത്. രണ്ടാമത്തെ അറിവ്, ഇരുട്ടുകളെ പൊളിതിയുന്ന തിരമാലകൾ ആഴക്കടലിലുണ്ട് എന്നുള്ളതാണ്. നമുക്ക് ബാഹ്യസമുദ്രത്തിലെ തിരമാലകളെ കുറിച്ച് അറിയാം. പക്ഷെ ഖുർആൻ പറയുന്നത് ഇവിടെ ആഴക്കടലിൽ ഇരുട്ടിനെ പൊതിയുന്ന തിരമാലകളെ കുറിച്ചാണ്. അതേക്കുറിച്ച് നമുക്ക് വാൾട്ടർ മങ്ക് എന്ന വളരെ പ്രസിദ്ധനായ ഒരു ഓഷ്യാനോഗ്രാഫറുടെ അദ്ദേഹത്തിന്റെ തന്നെ വർത്തമാനം കേൾക്കാം. നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയാത്തവർക്ക് വേണമെങ്കിൽ അതിന്റെ സൈഡിൽ മലയാളത്തിൽ പരിഭാഷ എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. Boundaries between warmer, lighter water above and colder, heavier water below. You can very easily see that by taking a tank and putting fresh water and salt water, producing two layers of water in a tank. You can get a wave then at the boundary between the heavy and the light water, which looks just like a surface wave, except it has very little effect at the surface itself. The high amplitude will take place at the internal boundary. So, internal waves in the ocean are remarkably high. The boundary, say, between the upper and lower ocean at several hundred meters can move up and down 100 meters. But you'd never know about it at the surface. The surface expression of that is minute. These internal waves are much less well known. They travel much slower than surface waves, but they can have profound effects, as we have learned only in recent years, on what happens near shore. If you have a sewer outfall in the lower, colder water, which we thought would keep it from ever reaching the shore, ഇത് ഡോക്ടർ വാൾട്ടർ മങ്കാണ് എഴുതിയതുപോലെ സ്ക്രിപ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യനോഗ്രഫിയിലെ അതിൻ്റെ ഡയറക്ടറായി ഓഷ്യനോഗ്രഫിയുടെ രംഗത്ത് ആധുനിക കാലഘട്ടത്തിൽ അറിയപ്പെടുന്ന പ്രഗത്ഭന്മാരായ ആളുകൾ ഒരാളാണ്. ഇതേതായാലും ഡോക്ടർ അബ്ദുൽ മജീദ് സിന്ധാനി അല്ല, ഡോക്ടർ ജാക്കിർ നായിക് അല്ല, MM അക്ബർ അല്ല. അതേപോലെ തന്നെ ഇദ്ദേഹത്തിന് സൗദി അറേബ്യയിൽ നിന്ന് എന്തെങ്കിലും വലിയ കോടികൾ ലഭിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് പിന്നീട് വേണമെങ്കിൽ അന്വേഷിക്കാവുന്നതാണ്. ഏതായാലും ആന്തരിക തിരമാലകൾ ഉണ്ടാകുന്നത് എങ്ങനെ എന്ന വിഷയത്തിൽ
നാസ ഏതായാലും സൗദി അറേബ്യൻ്റെ ഏജൻസി അല്ല, നാസ പുറത്തിറക്കിയ ഒരു ലാബറട്ടറി ഡെമോൺസ്ട്രേഷനാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഏതെങ്കിലും അന്തർഭാഗത്തെ മലകളെ പോലെയുള്ള എന്തിലെങ്കിലും തട്ടുമ്പോൾ ആന്തരിക തിരമാലകൾ ഉണ്ടാകും. അതിന് ചിലപ്പോൾ 800 അടിയിലധികം ഉയരമുണ്ടാകാറുണ്ട്. ഈ ആന്തരിക തിരമാലകൾ ഉണ്ടാകുന്ന രീതി നിങ്ങൾ നോക്കുക. സമുദ്രോപരിതലത്തിൽ നിന്ന് മുഹമ്മദ് നബി ഇങ്ങനെ നോക്കിയിട്ട് കണ്ടുപിടിച്ചതല്ല. സമുദ്രോപരിതലത്തിൽ നിന്ന് ആന്തരിക തിരമാലകളെ മനസ്സിലാക്കാൻ കഴിയില്ല. ഇത് പറയുന്നത് നാസയുടെ ഏജൻസിയാണ്. നോക്കുക, ഇതാ يغشاه موج من فوقه موج يغشاه موج من فوقه موج يغشاه موج من فوقه موج يغشاه موج من فوقه. പരിശുദ്ധ ഖുർആനിൽ പറയുന്നത് നിങ്ങൾ നോക്കുക, മൗജുൻ മിൻ ഫൗഖിഹി മൗജ്, ഒരു തിരമാല, അതിന് മുകളിൽ വീണ്ടും തിരമാല. നിങ്ങൾക്ക് അത് ഈ ഡെമോൺസ്ട്രേഷൻ, ഇത് ലാബ് ഡെമോൺസ്ട്രേഷനാണ്, വളരെ കൃത്യമായി കാണാൻ കഴിയും. ഖുർആനിലെ ഈ വചനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന മൂന്നാമത്തെ അറിവ്, ആഴക്കടലിലെ തിരമാലകളെ പൊതിയുന്ന വേറെയും തിരമാലകളുണ്ട്. തിരമാലകളെ കുറിച്ച് നമുക്കറിയാം. ആ തിരമാലകൾ പുറമെയുള്ള തിരമാലകൾ നമ്മൾ അനുഭവിക്കുന്നതാണ്, നമുക്ക് കാണാവുന്നതാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടിട്ടുണ്ടാകണം. തീർച്ചയായും ആ തിരമാലകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവുക അതാണെന്ന് പറയാം. പക്ഷേ ഇവിടെ പറയുന്നത് തിരമാലകളെ പൊതിയുന്ന വേറെ തിരമാലാണ്. അവിടെ ആഴക്കടലിലെ തിരമാല അതിനെ പൊതിയുന്നുണ്ടോ എന്നുള്ളതാണ്. ഇവിടെ മസാച്യൂസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, ലോകത്ത് സയൻസ് അറിയാവുന്ന ആർക്കും പറഞ്ഞു കൊടുക്കേണ്ടതില്ല. സൗദി അറേബ്യയുടെ പ്രത്യേകമായ ഏതെങ്കിലും സാമ്പത്തിക സഹായം ലഭിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനമല്ല. അവർ പുറത്തിറക്കിയ ഇന്റേണൽ വേവ്സ് എന്ന വീഡിയോയിൽ ഇതാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇത് സാറ്റലൈറ്റിൽ നിന്നുള്ള വേവ്സിൻ്റെ ഓഷ്യൻസിൻ്റെ തെർമൽ ഇമേജാണ്. നിങ്ങൾക്ക് കാണാം തിരമാലകളെ പൊതിയുന്ന തിരമാല എങ്ങനെ എന്ന് വളരെ കൃത്യമായി ഈ ഇമേജിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. നാലാമത്തെ അറിവ്, ആഴക്കടൽ ഇരുട്ടിൽ സ്വന്തം കൈകളെപ്പോലും കാണാൻ ഒരാൾക്ക് കഴിയില്ല എന്ന അറിവ്. Many animals down here can't see, like these eyeless shrimp at 7,500 feet who thrive near scalding hot underwater volcanoes. At this depth, temperatures are just a few degrees above freezing, but the waters around hydrothermal vents can heat up to 800 degrees Fahrenheit. 9,816 feet is the deepest any mammal has been recorded swimming, the Cuvier beaked whale. But not even the Cuvier beaked whale could explore the RMS Titanic, which rests at a staggering depth of 12,500 feet. The pressure is now 378 times greater than at the surface. Yet you can still find sea life like the fangtooth, hagfish, and Dumbo octopus, the deepest living octopus on Earth. At 20,000 feet is the Hadal Zone, an area designated for the ocean's deepest trenches, like the Mariana Trench. ഈ സോണിൽ താഴെയുള്ള പരിശുദ്ധ ഖുർആൻ പറഞ്ഞ സ്ഥലത്ത് കുറേ ജീവികളുണ്ട്. ആ ജീവികൾ കാണുന്നത്, അത് പരസ്പരം ഇണചേരാൻ വേണ്ടി കാണുന്നത്, അതിനാണ് ലൂമിനസെൻസ് എന്ന് പറയാം. അവ സ്വയം പ്രകാശിച്ചുകൊണ്ടാണ്. ആ ജീവികളെയാണ് നിങ്ങളിവിടെ കാണുന്നത്. ആ ജീവികൾക്ക് മറ്റ് മാർഗങ്ങളില്ലാത്തത് കൊണ്ട് അവ പരസ്പരം അറിയുന്നതിന് വേണ്ടി സ്വയം പ്രകാശിച്ചുകൊണ്ട് കാണുന്നതാണ് നമ്മളിവിടെ കാണുന്നത്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് കൈകൾ പുറത്തെടുത്താൽ അതുപോലും അവിടെ പോകുന്ന ഒരാൾക്ക് കാണാൻ സാധ്യമല്ല എന്നാണ്. എവിടെ? കടലിന് 1000 മീറ്ററിനപ്പുറത്ത്. അതെപ്പോൾ പോയി? അത് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. ഖുർആനിലെ 24-ാം അധ്യായം സൂറത്തുന്നൂറിലെ 40-ാമത്തെ ആയത്തിൽ നിന്ന് ലഭിക്കുന്ന 4 ഭൗതികമായ അറിവുകളാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ഇതിൽ ഒരെണ്ണം പോലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഒരാൾക്കും അറിയില്ല. കഴിഞ്ഞ നൂറ്റാണ്ടിൽ മാത്രമാണ്
അന്തർവാഹിനികളുടെ സഹായത്താൽ സമുദ്രാന്തർഭാഗത്തെക്കുറിച്ച് നമ്മൾ പഠിക്കാൻ തുടങ്ങിയത്. സമുദ്രാന്തർഭാഗത്തെ പ്രതിഭാസങ്ങളിൽ 5% മാത്രമേ ഇന്ന് വരെയും നമ്മൾ മനസ്സിലാക്കി എന്നാണ് വിദഗ്ധന്മാർ അഭിപ്രായപ്പെടുന്നത്. ഇനി സമുദ്രാന്തർയാത്ര ഇത് എപ്പോൾ എങ്ങനെ എന്ന് നിങ്ങൾക്ക് പരിശോധിക്കാം. ചരിത്രത്തിൽ മുങ്ങൽ വിദഗ്ധന്മാർ നൽകുന്ന അറിവ് മാത്രമാണ് 19-ാം നൂറ്റാണ്ട് വരെ നമുക്കുണ്ടായിരുന്നത്. മുങ്ങൽ വിദഗ്ധന്മാർക്ക് 20 മീറ്ററാണ് താഴേക്ക് പോകാൻ പറ്റുക. അവിടെ വീണ്ടും പോയാൽ, അഥവാ കൂടുതൽ സ്കില്ലുള്ള ഒരാൾ പോയാൽ എത്ര പോകും? കാരണം പ്രഷർ കൂടും താഴെ പോകുന്നതിനനുസരിച്ച്. ഇവിടെ 200 മീറ്റർ താഴെ വരെ സൂര്യപ്രകാശ മേഖലയാണ്, എപ്പിപെലാജിക് സോണാണ്. അവിടെ സാധാരണ മത്സ്യങ്ങളെ കാണാം, എല്ലാം കാണാൻ കഴിയും. ഇനി 925 കുറച്ചുകൂടി താഴേക്ക് പോകാൻ കഴിയുന്ന രൂപത്തിൽ നമ്മൾ ഇന്ന് സ്കൂബ ഡൈവിംഗ് എല്ലാം നടത്തും. ആ സ്കൂബ സിസ്റ്റം കണ്ടുപിടിക്കാൻ 925. വൈവസ്പെയറും മോറിസ് ഫ്രാൻസും കൂടിയാണ് ഈ രണ്ട് പേരാണ്, ആളുകളാണ്, ഫ്രഞ്ചുകാരായ 2 പേരാണ് ഈ സ്കൂബ സിസ്റ്റം ഡിസൈൻ ചെയ്യുകയും അത് ആദ്യമായി കൊണ്ടുവരികയും ചെയ്തത്. 1934 ബാത്തിസ്ഫിയർ എന്ന് പറയുന്ന ഒരു അന്തർവാഹിനിയിൽ ആദ്യമായി മനുഷ്യൻ 932 മീറ്റർ താഴേക്ക് പോകുന്നു. അപ്പോഴും യഥാർത്ഥ ഇരുട്ട് കണ്ടിട്ടില്ല. 1934 യഥാർത്ഥ ഇരുട്ട് കണ്ടിട്ടില്ല. 1954 അന്നാണ് ആദ്യമായി 4041 മീറ്ററുകൾ താഴേക്ക് പോകുന്നത്. അന്നാണ് സമുദ്രാന്തർഭാഗത്തുള്ള മനുഷ്യർക്ക് സ്വന്തം അവയവങ്ങൾ പോലും കാണാൻ സാധ്യമല്ലാത്ത ഇരുട്ടുകളെ കുറിച്ച് ലോകം മനസ്സിലാക്കിയത്, ശാസ്ത്രം മനസ്സിലാക്കിയത്, ഓഷ്യോനോഗ്രഫി മനസ്സിലാക്കിയത്. അതേപോലെ തന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ജെയിംസ് കാമറൂൺ പോയതിനെ കുറിച്ച്. അതിനു മുമ്പ് 2 പേരാണ് 1960 ചാലഞ്ചർ ഡീപ്പിലേക്ക് പോയത്. അതിനുശേഷമാണ് അവിടെയുള്ള ജീവികൾക്കുള്ള സവിശേഷതകളും മറ്റുമെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ തുടങ്ങിയത്. സമുദ്രാന്തർഭാഗത്തെ യാത്രയുടെ നാൾവഴികളാണ് നമ്മൾ കണ്ടത്. ഇതിന് എല്ലാ സോഴ്സസ് ഞാൻ ഓരോ സ്ലൈഡിലും പറഞ്ഞിട്ടുണ്ട്. ആർക്കെങ്കിലും പരിശോധിക്കണമെങ്കിൽ ആ സോഴ്സുകൾ നൽകുവാൻ ഞാൻ സന്നദ്ധമാണ്. ഇനി ആന്തരിക തിരമാലകളെ കുറിച്ച് ആദ്യമായി രേഖപ്പെടുത്തപ്പെട്ട അനുഭവം ഫ്രിജോഫ് നാൻസന്റെ ഫാർദസ്റ്റ് നോർത്ത് എന്ന പുസ്തകം 1893 അദ്ദേഹം പുസ്തകം എഴുതുന്നത്. അദ്ദേഹം നോർവീജിയൻ സമുദ്രശാസ്ത്രജ്ഞനാണ്. 1893 അദ്ദേഹം റഷ്യയിലെ കാരാ കടലിലൂടെ പോകുമ്പോൾ അദ്ദേഹത്തിന്റെ യാത്രാ നൗകക്ക് മുന്നോട്ട് പോകാൻ പറ്റണില്ല. എന്നാൽ അവിടെ പുറത്ത് തിരമാലകളൊന്നുമില്ല, മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല. ഈ പ്രതിഭാസത്തെ അദ്ദേഹം ഡെഡ് സീ എന്നാണ് വിളിക്കുന്നത്. ഡെഡ് വാട്ടർ എന്നാണ് അദ്ദേഹം വിളിച്ചത്. ഡെഡ് വാട്ടർ എന്ന് പറഞ്ഞാൽ ചത്ത ജലം എന്ന് പറയാം. ഇത് അദ്ദേഹത്തിന്റെ യാത്രാ വിവരണത്തിൽ, സമുദ്രയാത്രാ വിവരണത്തിൽ, തന്റെ ഫാർദസ്റ്റ് നോർത്ത് എന്ന പുസ്തകത്തിൽ പറഞ്ഞു പോകുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത് അറിയില്ലായിരുന്നു. അത് അറിയാൻ തുടങ്ങിയത് ആധുനിക കാലഘട്ടത്തിൽ മാത്രമാണ്. ആന്തരിക തിരമാലകളെ കുറിച്ച് 1960 ജിബ്രാൾട്ടർ കടലിടുക്കിനെ കുറിച്ചുള്ള പഠനം, ജിബ്രാൾട്ടർ കടലിടുക്കിനെ കുറിച്ച് പഠിച്ചപ്പോൾ ആ മെഡിറ്ററേനിയൻ സീയും അതേപോലെ തന്നെ പസഫിക് ഓഷനും ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്യുന്ന ഈ സ്ഥലത്തെ തിരമാലകളെ കുറിച്ച് പഠിച്ചപ്പോൾ അവിടെ ആന്തരികമായ ചില തിരമാലകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ആന്തരികമായുള്ള വേവ്സ് ഉണ്ട് എന്ന ഏകദേശം വിവരങ്ങൾ ലഭിച്ചു. എപ്പോ? 1960. എന്നിട്ടോ 1972 ജൂലൈ 23 അമേരിക്ക വിക്ഷേപണം ചെയ്ത എർത്ത് റിസോഴ്സസ് ടെക്നോളജി സാറ്റലൈറ്റ് ERTS-1 എന്ന സാറ്റലൈറ്റ്. ആ ERTS-1 എന്ന സാറ്റലൈറ്റ് ആണ് ഇതിനെക്കുറിച്ച് ചിത്രങ്ങൾ ആദ്യമായി നൽകിയത്. അന്നാണ് ആന്തരിക തിരമാലകൾ ഒരു യാഥാർത്ഥ്യമാണ് എന്നുള്ള വസ്തുത ശാസ്ത്രലോകം മനസ്സിലാക്കുന്നത്. അതിനുശേഷമാണ് അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ നടക്കുന്നത്. ഇതിനുശേഷം വളരെ കൃത്യമായി ഞാനിപ്പോൾ ലാബറട്ടറി ഡെമോൺസ്ട്രേഷൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു നാസയുടെ. ഈ ലാബറട്ടറി ഡെമോൺസ്ട്രേഷൻ എല്ലാം കാരണമായ കൃത്യമായ വിവരങ്ങൾ ലഭിച്ചത് 3 ഡയമെൻഷണൽ പിക്ചേഴ്സ്, SAR ഇമേജസ് എന്ന് പറയും. ഈ SAR ഇമേജസ് ലഭിച്ചതിന് ശേഷമാണ് അത് 1978 സെപ്റ്റംബർ മാസത്തിൽ അമേരിക്ക ഇക്കാര്യത്തിന് വേണ്ടി മാത്രം, അഥവാ സമുദ്രത്തെക്കുറിച്ച് പഠിക്കുവാൻ വേണ്ടി മാത്രം നിക്ഷേപിച്ച, സമുദ്രത്തെക്കുറിച്ച് പഠിക്കാൻ സമുദ്രത്തിന്റെ ഉള്ളിലേക്ക് നിക്ഷേപിക്കാൻ കഴിയണില്ല. അറിയാലോ, അന്തരീക്ഷത്തിലേക്ക് പോയ, ബഹിരാകാശത്തേക്ക് പോയ കുറെ ആളുകളെ നമുക്ക് കേൾക്കാൻ പറ്റും. പക്ഷേ ആ സമുദ്രാന്തർഭാഗത്തേക്ക് പോയ ആളുകൾ ഇപ്പോഴും 3 പേരേയുള്ളൂ. 3 ആളുകൾ അവരെന്നെ ഏതാനും നിമിഷം നിന്നിട്ട് പോകുന്ന ചെയ്തത്. കാരണം പോകാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട്. അതുകൊണ്ട് തന്നെ സാറ്റലൈറ്റ്സ് ഉപയോഗിച്ച് പഠിക്കാൻ വേണ്ടി ശ്രമിച്ചു. ആ സാറ്റലൈറ്റ് ഉപയോഗിച്ച ആ സാറ്റലൈറ്റ് ആണ് CSAT എന്നറിയാം. ആ CSAT സാറ്റലൈറ്റ് ആണ് ഈ SAR ഇമേജസ് തന്നത്. അതിനുശേഷമാണ് നമുക്ക് വളരെ കൃത്യമായി ഈ ഇപ്പൊ ഞാൻ പറഞ്ഞ രൂപത്തിലുള്ള ഇതിനെക്കുറിച്ച് കിട്ടിയത്. ഇതിനെക്കുറിച്ച് ഞാൻ പരിശോധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു.
അപ്പോൾ ഓഷ്യാനോഗ്രഫി 2 മാഗസിനുകളാണ് പിന്നെ ഇന്റർനാഷണൽ ആയിട്ട് ഈ രംഗത്തുള്ള മാഗസിനുകൾ, അഥവാ ഓഷ്യനോഗ്രഫി സമുദ്രശാസ്ത്ര രംഗത്തുള്ള മാഗസിൻ. ആ മാഗസിനിൽ ഇന്റേണൽ വേഴ്സിനെ കുറിച്ചുള്ള ഒരു ലേഖനം, ആ ലേഖനത്തിന്റെ ഹെഡിങ് ആണിത്, The verse within the verse. The verse within the verse. يغشاه موج من فوقه موج يغشاه موج. പരിശുദ്ധ ഖുർആൻ 14 നൂറ്റാണ്ടുകൾക്ക് പറഞ്ഞത് അതേപോലെ ഓഷ്യാനസ് മാഗസിൻ അതേപോലെ എടുത്ത് ഉദ്ധരിക്കുമ്പോൾ ഒരു മതവിശ്വാസി എന്നുള്ള നിലക്ക് എനിക്ക് വല്ലാത്ത ആവേശം തോന്നിപ്പോയി. കാരണം അതേ പദം വേഴ്സ് വിത്തിൻ ദ വേഴ്സ് യഅശാഹു മൗജുൻ മിൻ ഫൗഖിഹി മൗജ്. ഇതാണ് പരിശുദ്ധ ഖുർആനിന്റെ ശൈലി രീതി. ഇത് ഖുർആൻ ഇന്റേണൽ വേഴ്സിനെ പഠിപ്പിക്കാനല്ല. ഖുർആൻ പ്രയോഗിച്ചത് ഇന്റേണൽ വേഴ്സിനെ കുറിച്ച് പഠിപ്പിക്കുവാൻ വേണ്ടി 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അവതരിപ്പിച്ചതല്ല. വിശ്വാസികളല്ലാത്ത ആളുകളുടെ പ്രവർത്തനങ്ങളുടെ നിഷ്ഫലതയെക്കുറിച്ച് കൃത്യമായി പറഞ്ഞു കൊടുക്കുന്നതിന് വേണ്ടിയുള്ള വചനം. പക്ഷേ ആ വചനത്തിൽ ഒരു ഉപമാലങ്കാരമായി ഉപയോഗിച്ചിട്ടുള്ള അവരുടെ മനസ്സുകളിലുള്ള ഇരുട്ടുകൾ, ആ ഇരുട്ടിനെ താരതമ്യം ചെയ്തത് സമുദ്രാന്തർഭാഗത്തെ ഇരുട്ടിനെ കുറിച്ച്. ആ ഇരുട്ട്, അതിനെക്കുറിച്ച് പറഞ്ഞ ഓരോ ശബ്ദങ്ങളെയാണ് നമ്മൾ വേർപെടുത്തി പഠിച്ചത്. ഓരോ ശബ്ദങ്ങളും എത്രത്തോളമാണ് ആധുനിക വിജ്ഞാനീയങ്ങളുമായി യോജിച്ചു വരുന്നത് നമ്മൾ മനസ്സിലാക്കിയത്. അറബികളുടെ നാടോടി വിജ്ഞാനം മാത്രമാണ് ഖുർആനിലുള്ളത് എന്ന് വാദിക്കുന്ന ആളുകൾ ഹാജരാക്കേണ്ടത് ഈ തെളിവുകൾ മാത്രമാണ്. ഒന്ന്, ആഴക്കടൽ അന്ധകാരമയമാണെന്ന് നാടോടികൾക്ക് അറിയുമെന്നതിന് തെളിവ്. ആഴക്കടൽ അന്ധകാരമയപാടി എന്ന് നാടോടികൾക്ക്, അത് മുഹമ്മദ് നബിന്റെ കാലത്തെ നാടോടികൾ തന്നെ ആയിക്കോണമെന്നില്ല, വേറെ പിന്നെ അറബികളായ നാടോടികൾ തന്നെ, പിന്നീടുള്ള നാടോടികളായാലും മതി. ഒന്നാമത്. രണ്ടാമത്തേത്, ആഴക്കടലിൽ ഒന്നിനു മുകളിൽ ഒന്നായി അനേകം ഇരുട്ടുകൾ ഉണ്ട് എന്ന് അന്നുള്ളവർക്ക് അറിയാമായിരുന്നു എന്നതിന്റെ തെളിവ്. ഇന്ന് നമ്മൾ പറയും ബാത്തി പിലാജിക് ഒരു ഇരുട്ടാണ്. ഇന്ന് നമ്മൾ പറയും രണ്ടാമത്തെ ഇരുട്ടാണ് അബിസോ പിലാജിക്. ഇന്ന് നമ്മൾ പറയും മൂന്നാമത്തെ ഇരുട്ടാണ് ഹേഡൽ പിലാജിക്. അതെ, ളുലുമാത്തുൻ മിൻ ഫൗഖിഹി ളുലുമാത്തുൻ ലാ ഫൗഖിഹി ളുലുമാത്ത്. ഒരു ഇരുട്ടിന് മുകളിൽ അരുവിയുടെ ഇരുട്ട്. ഇത് അന്നുള്ള ആളുകൾക്ക് അറിയാമായിരുന്നു എന്ന് തെളിവ് വന്നാൽ മതി. മൂന്നാമത്തേത്, ആഴക്കടലിൽ ആരെങ്കിലും പോയാൽ അവരുടെ കൈകൾ പോലും അവർക്ക് കാണാനാവില്ലെന്ന് അറബികൾക്ക് അറിയുമായിരുന്നു എന്ന തെളിവുണ്ടായാൽ മതി. അവർക്ക് ആർക്കെങ്കിലും അറിയുമായിരുന്നു എന്നുള്ളതിന് അതിന് വേണമെങ്കിൽ അന്നത്തെ ഏത് കവിത എടുക്കാം, ഏത് പഠനങ്ങൾ എടുക്കാം. അറബികൾക്ക് തന്നെ ആയിക്കൊള്ളുന്നില്ല. അക്കാലഘട്ടത്തിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ ഖുർആനെ വിമർശിക്കുവാൻ വേണ്ടി മാത്രം നോമ്പ് നോറ്റെടുക്കുന്ന, പ്രത്യേകിച്ച് എൻ്റെ സഹസംവാദകന് സകലവിധ ആശംസകളും അർപ്പിക്കുന്ന മിഷനറിമാർക്ക് ആർക്കെങ്കിലും ബൈബിളിന്റെ ഏതെങ്കിലും താളുകളിൽ നിന്ന് ഗവേഷണം ചെയ്ത് കണ്ടുപിടിക്കാൻ കഴിയുമെങ്കിൽ നാളെ പോസ്റ്റ് ഇട്ടാലും മതി. ചെയ്യുമെന്ന് നമുക്ക് കാണാം. ഇനി നാലാമത്തേത്, കടലിന് മുകളിൽ കാണുന്ന തിരമാലകൾ അല്ലാതെ അതിന് കീഴിൽ ആന്തരിക തിരമാലകൾ ഉണ്ട് എന്ന ജ്ഞാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതിന് തെളിവ്. ഈ 4 കാര്യങ്ങൾക്ക് തെളിവ് തന്നാൽ മതി. ഇതാണ്. അതല്ലാതെ പിന്നെ ആരെങ്കിലും ഇസ്ലാം ശാസ്ത്രം പറഞ്ഞയാൾ ഭീകരവാദിയാണെന്ന് പറഞ്ഞുകൊണ്ടൊന്നും പ്രശ്നം കഴിയില്ല. ഇവിടെ ലോജിക്കൽ ഫാലസീസ് പറഞ്ഞു. ലോജിക്കൽ ഫാലസീസിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള, ഏറ്റവും അൾട്ടിമേറ്റ് അട്ടർ നോൺസെൻസ് എന്ന് പറഞ്ഞ ഫാലസിയാണ് സ്ട്രോമാൻ ഫാലസി. എന്താ സ്ട്രോമാൻ ഫാലസി? ഇത് തന്നെ, ഒരാളൊരു സത്യം പറഞ്ഞാൽ അയാൾ അതല്ലേ, അതുകൊണ്ട് അയാൾ പറഞ്ഞാൽ ശരിയാവില്ല. അതൊരു സ്ട്രോമാൻ ഫാലസിയാ. ഒരു ഗൗരവമുള്ള ചർച്ചയിൽ ഒരു മനുഷ്യനും ഉദ്ധരിക്കാൻ പാടില്ലാത്ത വൃത്തികെട്ട പിന്നെ രീതിയാണത്. മറിച്ച് നമ്മൾ ചെയ്യേണ്ടത് എന്താ? ആ വിഷയം എടുക്കുക. ആ വിഷയം തകരാറുണ്ടോ പറയണം. അതല്ലാതെ അയാൾ ഇതായി, അമേരിക്ക അയാളെ ഭീകരവാദിയായി മുദ്ര കുത്തിയിട്ടുണ്ട്, അതുകൊണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ്, അതൊന്നുമല്ല ചെയ്യേണ്ടത്. മറിച്ച് ഞാൻ സൂചിപ്പിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഈ 4 എണ്ണത്തിൽ ഏതിലെങ്കിലും ഉള്ള പരിശുദ്ധ അക്കാലഘട്ടത്തിലുള്ള അറബികൾക്ക്, നാടോടികൾക്ക് അറിയാമായിരുന്നു തെളിവ് കാണാം. ഇല്ല, ഒരാൾക്കും കഴിയില്ല. ഒരാൾക്കും ഈ 4 കാര്യങ്ങൾ ഓർഡിനറി ക്ലെയിം പറയാനുണ്ട്. അതെന്താ? വൈൻ കുന്തും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ,
നാം നമ്മുടെ ദാസൻ അവതരിപ്പിച്ചു കൊടുത്തതാണ് പരിശുദ്ധ ഖുർആൻ എന്ന പടച്ചവന്റെ വചനം. അതേപോലെ തന്നെ അലിഫ് ലാം മീം തൻസീലുൽ കിതാബ് ലാ റൈബ ഫീഹി മിൻ റബ്ബിൽ ആലമീൻ, പടച്ചവന്റെ അടുത്ത് നിന്നുള്ളതാണ് ഈ പരിശുദ്ധ ഖുർആൻ എന്ന വചനം. ഇതൊരു എക്സ്ട്രാ ഓർഡിനറി ക്ലെയിമാണ്. അതിന് എക്സ്ട്രാ ഓർഡിനറി എവിഡൻസ് വേണം. അതിലൊരു എവിഡൻസാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇതേപോലെയുള്ള 100 കണക്കിന് എവിഡൻസസ്